കോവിഡിന് ശേഷം വരാൻ പോന്നു സ്കിൻ ഫീവർ. അതാ മഹാവ്യാധി. ബൈബിൾ എഴുതിയിട്ടുണ്ട് സ്കിൻ ഫീവർ. ശരീരത്തിനകത്ത് പൊള്ളൽ. പാരാസെറ്റമോൾ കൊടുത്താൽ പറ്റത്തില്ല, മനുഷ്യൻ വേദനയോടെ മരിക്കും. തൊലിക്കകത്ത് വരുന്ന ത്വക്ക് പനി, ഇംഗ്ലീഷ് സ്കിൻ ഫീവർ. മരുന്ന് ആര് തരും? അടുത്ത് വരാൻ പോകുന്ന കാനഡയിൽ നിന്ന് സോംബിയാൻ വൈറസ്. സോംബിയാൻ എന്താ? കോവിഡിൻ്റെ മറ്റൊരു വകഭേദം. ആ വൈറസ് ആഞ്ഞടിച്ചാൽ ഭയങ്കര സംഭവ വൈറസ്. അതടിച്ചാൽ ഇനി ഉലകത്തിൽ പുരുഷന്റെ മേളിൽ കയറിയാൽ, സ്ത്രീയുടെ മേളിൽ കയറിയാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. ഇൻഫെർട്ടിലിറ്റി അഥവാ മക്കളുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറസ് അഥവാ ഉൽപാദന ശേഷി ഇല്ലാതാക്കുന്ന വൈറസിന്റെ പേരാ സോംബിയാൻ. നൗ സിറ്റുവേറ്റഡ് ഇൻ കാനഡ. ഇതിനാരും മരുന്ന് കൊടുക്കും, തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും കോഴിക്കോട്ട് ആഞ്ഞടിക്കുന്നു മ്യൂക്കർ മൈക്കോസിസ്, കരിമ്പനി. ആഫ്റ്റർ കോവിഡ് ഷിഗല്ല, ക്രോമിയം ബെർലിയം വൈറേഷ്യം, സ്കിൻ ഫീവർ, മോട്ടോ നെർവസ് സിൻഡ്രോം, മ്യൂക്കർ മൈക്കോസിസ്, സോംബിയാൻ. ഇതിനൊക്കെ ആര് വാക്സിൻ കൊടുക്കും? മോഡി സാറിന് കൊടുക്കാൻ പറ്റുമോ? ഉണ്ടെന്നില്ലല്ലോ. അയ്യോ, ഇപ്പം തന്നെ പകുതി ശ്വാസം പോയി. സ്വോത്രം. ഇതറിഞ്ഞായിരുന്നേ ഞാൻ മരണാനന്തര ജീവിതം പ്രസംഗിച്ചാൽ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, പിന്നെ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ പകുതി കസേര കാണത്തില്ലായിരുന്നു. സ്വോത്രം. ഇപ്പം തന്നെ ചവപ്പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷമില്ലെന്ന്. കോവിഡ് അങ്ങ് മാറിയപ്പോൾ വരാൻ പോയത് സാമ്പിളായതേ ഉള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കി, ഇതിന് മരുന്ന് ആര് കൊടുക്കും? വാക്സിൻ കൊടുക്കുമോ? ചൈനക്കാരൻ കൊടുക്കുമോ? ഇന്ത്യക്കാരൻ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ഒരാൾ പറയും ഞാൻ വാക്സിൻ തരാം. പക്ഷേ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അല്ല, വാക്സിൻ തരാം, മുദ്രയേക്കണം. സ്വോത്രം. ഇതിനെല്ലാത്തിനും കൂടെ വാക്സിൻ. തീർന്നില്ല. അത് കഴിഞ്ഞാൽ ഇപ്പം കോവിഡ് കേരളത്തിൽ എത്ര പേര് മരിച്ചു? 68,000 പേര്. സ്വോത്രം. ഇത് കഴിഞ്ഞാൽ കേരളത്തിൽ വരാൻ പോകുന്ന മറ്റൊരു സാധനം വായിക്കാം. വെളിപ്പാട് 8:10-11 വായിച്ചാട്ടെ മോളെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ചാട്ടെ. മൂന്നാമത്തെ ദൂതനൂതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴുവെന്ന്. മൈഡിയർ കുട്ടിച്ചാത്തല്ല, ആലിപ്പഴം പെറുക്കാൻ പീലിക്കുട നിവർത്തിയല്ല. ആകാശത്തുനിന്ന് നക്ഷത്രം. ഇവിടെ തൊട്ടടുത്ത് ആകാശത്തിൻ്റെ ചൂടടിച്ചൊരു ചെറുപ്പക്കാരൻ മരിച്ചു. എല്ലാവർക്കും അറിയാമോ? അത് ഞാൻ ധനുവച്ചപുരത്ത് വരവാ. പരശുവയ്ക്കലിൽ രാവിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ വയലിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവനന്തപുരം ജില്ലാ വാർത്ത. ആളിൻ്റെ പേര് രാജു. ഗുണ്ടുകാട് സാബുവും വന്നില്ല, കൊച്ചുമോനും വന്നില്ല, ഓംപ്രകാശും വന്നില്ല, പുത്തമ്പാലവും വന്നില്ല, ബൈജുവും വന്നില്ല. ആര് വന്നു? ചൂടടിച്ച് മനുഷ്യൻ തീർന്നു. പരശുവയ്ക്കൽ ആൾ കുഴഞ്ഞു വീണ് മരിച്ച്. നിങ്ങൾ ഈ നാട്ടുകാരാണോ? സ്വോത്രം. ആളിൻ്റെ പേര് രാജു, വയസ്സ് 45. രാവിലെ ജോലി ചെയ്ത് പരശുവയ്ക്കൽ നിലത്തിനകത്ത് ജോലി ചെയ്ത പുള്ളി കുഴഞ്ഞു വീണ് മരിച്ചു. റേഡിയേഷൻ. അതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. അങ്ങനെയെങ്കിൽ ഇന്ന് ആകാശത്തിൽ എത്ര ഉണ്ട്? ആകാശപ്പാറ 4 സെൻറ്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശത്തിനകത്ത് ചരൽ കിടപ്പുണ്ട്. ആ ചരലിൻ്റെ ഇടയ്ക്കുന്ന് ഏത് വീഴും? നക്ഷത്രം താഴേക്ക് വീഴും. അണ്ടോ? ക്ലിയർ. പണ്ടൊരു സ്കൈലാബ് വീണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം എവിടെ കയറി? സ്വോത്രം. കൊച്ചുങ്ങൾക്ക് അറിയത്തില്ല, അച്ചായമാർക്കറിയാം. നമ്മളെല്ലാം കട്ടിലിൻ്റെ കീഴിൽ കയറിയില്ലേ അച്ചായ? സന്തോഷമില്ലല്ലോ. ചാക്കിനകത്ത് പതിച്ചില്ല 75 സ്കൈലാബ്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. അവൻ്റെ ചേട്ടന്മാർ ആകാശത്തിൽ കിടപ്പുണ്ടത് വീഴാൻ പോകുന്നു. സ്വോത്രം. അത് എവിടൊക്കെ വീഴുമെന്നറിയത്തില്ല. ആകാശത്ത് നിന്നൊരു നക്ഷത്രം വീണു. വായിച്ചാട്ട് കുഞ്ഞ്. അടുത്തത്. നദികളിൽ 3-1 എവിടൊക്കെയാ വീഴുന്നത്? നെയ്യാറ്, കരമനയാറ്, കിള്ളിയാറ്. ഈ ആറുകളൊന്നും കേട്ടിട്ടില്ല. 4-മത്തത് അരുവിക്കരയും വീട്. സ്വോത്രം. നിങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരേ അല്ല. സ്വോത്രം. ഞാൻ മാത്രമേ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നേ ഉള്ളൂ. അല്ലാതെ ബാക്കി നിങ്ങളെല്ലാം കൊല്ലത്തുനിന്നും പത്തനംതിട്ടയിൽ നിന്നും കൺവെൻഷന് വന്നവരാ. സ്വോത്രം. അതുകൊണ്ട് കരമനയാറ്, കിള്ളിയാറ്, അത് കഴിഞ്ഞിട്ട് നെയ്യാറ്, അരുവിക്കര. സ്വോത്രം. പക്ഷേ സമയം കിട്ടുന്ന വെച്ച് പൈസ അവരെ വണ്ടിയിൽ ഇവിടേക്ക് ഒന്ന് കൊണ്ട് കാണിക്കണേ. സ്വോത്രം. ഒരു പിക്നിക്ക്. സ്വോത്രം. അങ്ങനെയെങ്കിലും നടക്കട്ടെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ വീണാൽ ഇത് നദികളിൽ 3-1 ഈ നക്ഷത്രം വീഴും. ആസ്ട്രോയിഡ്, ഉൽക്ക നക്ഷത്രം. അടുത്തത്. അടുത്ത വായിച്ചാട്ട്. നീരുറവയുടെ മലയാളം. കിണറ്റിൽ ഈ നക്ഷത്രം വീഴും. കിണറ്റ് ഈ നക്ഷത്രം വീഴുമ്പോഴല്ലയോ ഈ തുണ്ട് വീഴുമ്പോൾ കിണർ തൊടി ഇടിഞ്ഞു താഴുന്നു. അങ്ങനെ പത്രത്തിൽ വല്ലതും വായിച്ചിട്ടുണ്ടോ? കിണറിൻ്റെ തൊടി ആ കൈ ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ചില സഹോദരിമാർ പറയും, പാസ്റ്റേ ഞങ്ങളുടെ കിണറ്റ് മൊത്തം മഞ്ഞ വെള്ളമാ, ഓരി വെള്ളം. ചിലർ പറയും അയലത്തെ ജ്യോതി കൊണ്ടുവന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കിയെന്ന്. ജ്യോതി നിങ്ങളുടെ കിണറ്റിലൊന്നും കലക്കിയില്ല. സ്വോത്രം. രാത്രിയിലെങ്ങാണ് വീണ്ടും ഉൽക്കയായി കിണറ്റിൽ തിരയിളക്കം. ഇങ്ങനെ തിരയിളകുന്നു, കിണർ പോകുന്നു. സ്വോത്രം. അതെന്താ സംഭവം? ഈ 2 സ്ഥലം ഇവിടെയുണ്ട്. പെരുങ്കടവിള, ആലത്തൂർ. കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ. പെരുങ്കടവിള, ആലത്തൂർ. സ്വോത്രം. നല്ല പാറക്കോറിയാ. സ്വോത്രം. അവിടെ ഈ പാറ പൊട്ടിക്കുമ്പോൾ എല്ലാം പാറക്കോറിയിലല്ല വീഴുന്നത്. ചിലപ്പോൾ വഴിയെ പോകുന്ന റോട്ടിലും വീണും അവറാച്ചാൻ്റെ ആട്ടോയിലും വീഴും. സ്വോത്രം. ചിന്നമാമയുടെ പശുവിൻ്റെ മേളിൽ വീഴുമ്പം പഞ്ചായത്ത് പ്രസിഡന്റിന് പോൾ പാറക്കനനം നിരോധിക്കുക. സ്വോത്രം. ഉടനെ നെയ്യാറ്റിങ്കര DYSPയുടെ ചങ്കുവേദനയും വരും. അന്ന് തൊട്ട് റോഡിൽ കുത്തിയിരിക്കും. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ പാറയുടെ തുണ്ട് വീഴുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രത്തിൽ നിന്ന്, ഉൽക്കകളിൽ നിന്ന് പാറച്ചീൽ പൊട്ടിയാൽ നദികളിൽ വീഴും, നീരുറവകളിൽ വീഴും. അപ്പോൾ
നമ്മുടെ നെയ്യുറവേ വെള്ളമില്ലയോ? അരുവിക്കര ഡാമിലെ വെള്ളം അവിടെ വരുന്നത് തിരുവനന്തപുരം കേശവദാസപുരം, പട്ടം മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, പോങ്ങമ്മൂട്, നാലാഞ്ചിറ, എവിടം വരെ വരും? മെഡിക്കൽ കോളേജിൽ മൊത്തം വരുന്ന അരുവിക്കര. അവിടുന്ന് ഒരു അസ്ട്രോയിഡ് വീണ് അരുവിക്കര വന്നാൽ മെഡിക്കൽ കോളേജിലെ ജോലിക്കാർക്ക് അറിയാമോ ഇതിനകത്ത് കലക്ക് വെള്ളത്തിൽ അസ്ട്രോയിഡ് വീണെന്ന്? എല്ലാം കൂടെ കുടിക്കും. എന്തോ ചെയ്യും? എല്ലാം മർഗയ. സ്വോത്രം വരാൻ പോവുക. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് നെയ്യാറ് വരുന്നത് അഗസ്ത്യാറിൽ നിന്ന്, പന്തയും അതുപോലെ തന്നെ നിരപ്പക്കാല്, അത് കഴിഞ്ഞ് ആടുവള്ളി. ഇവിടെ കാണും രാത്രി ഒരെണ്ണം വീണാൽ നെയ്യാറിലെ വെള്ളം എവിടെ കൂടെ വരും? മണ്ഡപത്തിൻ കഴിവഴി, നെയ്യാറ് വഴി, രാലുമൂട്ടി വരും. എല്ലാവരും വാരി കുടിക്കും. ആളുകൾ മർഗയ. സ്വോത്ര. സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. രാത്രി കിണറ്റിനകത്ത് ഒരു ഉൽക്ക വീഴും. നമ്മുടെ സുശീല സിസ്റ്റർ രാവിലെ അച്ചായന് കാപ്പി ഇടാൻ എടുക്കും. ഒരു ചെറിയൊരു കളർ വ്യത്യാസം, കുഴപ്പമില്ല, തിളപ്പിക്കുമ്പോൾ ശരിയാവും, എല്ലാം പോകും. സ്വോത്രം. അച്ചായനും അമ്മാമ്മയും മക്കളും എല്ലാം കൂടെ കുടിച്ചാൽ ആൾക്കാരെവിടെ മരിക്കും? ബാക്കി വായിച്ചാട്ട്. കോവിഡ് അല്ല വലുത്, തീരാൻ പോവുക അടുത്തത്. സ്വോത്രം. വായിച്ചാട്ട്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേര്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. അടുത്ത വാക്ക്. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. സ്വോത്രം. വെള്ളം കയ്പായതിനാൽ. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഈ വെള്ളം കുടിക്കണമെങ്കിൽ വാക്സിൻ എന്തോ കൊടുക്കണം? പറ. വാക്സിൻ എന്തോ കൊടുക്കണം? ആര് വാക്സിൻ കൊണ്ടുവരും? സ്വോത്രം. ഈ വെള്ളം ഇടയ്ക്ക് വീണു. എവിടെ വീണു? പൂവാർ. അങ്ങനെ ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ? നല്ല അയില കിട്ടുന്ന സ്ഥലം. കേരളത്തിലെ ഏറ്റവും നല്ല അയിലയാ പൂവാർ. സ്വോത്രം. കഴിച്ചിട്ടില്ലേ ആര്? സ്വോത്രം. പിന്നെ പഴവഞ്ചാലിലും പൂവാറിലും കൺവെൻഷന് മുമ്പ് അവരെ പ്രത്യേകിച്ച് എൻ്റെ കൂടെ വിട്ടേക്കണം. സ്വോത്രം. നല്ല അയില അവിടുത്തെ സഹോദരന്മാർ പൊരിച്ചു. ഫ്രഷ് അയില, ഇത്രയും നല്ല അയില കിട്ടുന്ന സ്ഥലം പൂവാർ. ഈ പൂവാറിൽ ഇടയ്ക്ക് പത്രത്തിനകത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. മീൻ കൂട്ടത്തോടെ കരയ്ക്ക് ചത്തടിഞ്ഞ് കിടക്കുന്നു. അങ്ങനെ കേട്ടോരെങ്കിലും ഉണ്ടോ? കടപ്പുറത്ത് മീൻ ചത്തടിഞ്ഞ് കിടക്കും. അച്ചായ ബാക്കി ഒരുത്തരം പേപ്പർ വായിക്കത്തില്ല. സ്വോത്രം. അപ്പം എന്തിന്? അന്ന് മനോരമക്കാരെ എഴുതിയതാ സ്രാവിൻ്റെ വായിന്ന് കറയിറങ്ങിയെന്ന്. അവൻ നല്ല സയൻസുകാരൻ, അവനെ അമേരിക്കയിൽ വിടണം. സ്വോത്രം. ആ വൃത്തികെട്ടവൻ. സ്വോത്രവൻ ഏത് പത്രപ്രവർത്തകനാണെന്തോ? സ്രാവിൻ്റെ വായിന്ന് കറയിറങ്ങിയത് കൊച്ചുമീനല്ല. രാത്രിയിൽ പെരുങ്കടവിളയും ആലത്തൂരും കോറിക്കകത്തുനിന്ന് പാറച്ചിൽ വീഴുന്നത് പോലെ ആകാശത്ത് നിന്ന് അസ്ട്രോയിഡ് പൊട്ടിയപ്പോൾ അതിനകത്ത് നിന്ന് വെള്ളം ഈ വെള്ളത്തിനകത്തിറങ്ങി. ആ വെള്ളം എവിടെ? മത്സ്യത്തിൻ്റെ ചെകിളക്കകത്തിറങ്ങി. ശ്വാസം അവിടെയോ? ആ ചെകിളക്കകത്ത് ഈ ക്ലോറൈഡ് വെള്ളം ഇറങ്ങിയപ്പോൾ ഈ വെള്ളം മിക്സ് ആയതുകൊണ്ട് മീൻ കൂട്ടത്തോടെ പിടച്ചടിച്ച് ചത്ത് കിടക്കുന്ന കാഴ്ചയാ പൂവാറും വിഴിഞ്ഞവും കണ്ടത്. സാമ്പിൾ. സ്വോത്രം. ഈ തലമുറ സയൻസ് മനസ്സിലാക്കണം. കർത്താവ് വരുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മൂന്നാമത്തെ ദൂതനൂതി ആകാശത്ത് ദീപം പോലെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രം താഴേക്ക് വീണു. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. നദികളിൽ മൂന്നിലൊന്ന്, അതുപോലെ തന്നെ നീരുറവകളിലും ആ നക്ഷത്രം വീണു. വെള്ളം കുടിച്ച മനുഷ്യർ മൂന്നിലൊന്ന് മരിച്ചുപോയി. അർത്ഥം 800 കോടി ജനമുണ്ടെങ്കിൽ 250 കോടിയിൽ പരം പേർ കോവിഡ് അല്ല വലുത് വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം വരും. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്ക്. സഭയോട് പറയുന്നത് ഇന്ന് രാത്രി, ആത്മാവ് സഭയോട് പറയുന്നത് ഇന്ന് രാത്രി, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതോ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണ പ്രതിഫലം കൊടുപ്പാ. എൻ്റെ നാഥൻ വരാറായി. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. സ്വോത്രം. കോവിഡ് ഒന്നുമല്ല. വാക്സിൻ എത്ര ദിവസം ഗ്യാരണ്ടിയാ? 60 ദിവസം പോലും ഗ്യാരണ്ടി ഇല്ല വാക്സിൻ. ഒരു 60 ദിവസമേ ബ്ലഡിനകത്ത് പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ വാക്സിൻ എടുത്ത പല അച്ചായന്മാരും പറഞ്ഞു മാസ്ക് ഒന്നും വേണ്ട, ഞാൻ വാക്സിൻ എടുത്തെന്ന്. പിന്നെ ഒമിക്രോൺ വന്നപ്പം കട്ടിലിൻ്റെ കീഴിൽ കിടപ്പുണ്ട്. സ്വോത്രം. ഈ വാക്സിൻ ഒരു രക്ഷയില്ല, ഇതൊരു പ്രിവെൻറ്റീവാ. അങ്ങനെയെങ്കിൽ ആര് കൊടുക്കും? അത് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വേറൊരു പുള്ളിക്കാരൻ വരുന്നു. അവൻ്റെ പേരാ വെട്ടുക്കിളി. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? വായിക്കാം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. വെളിപ്പാട് പുസ്തകം 9:2-3 ഏത് വാക്സിൻ കൊടുക്കും? വെളിപ്പാട് 9:2-3 വാക്യങ്ങൾ വായിച്ചാട്ട് മോളെ. അവൻ അഗാധ കൂപം തുറന്നു. അഗാധ കൂപം തുറന്നു. സയൻസ് കേട്ടോണേ. ഇത് അഗാധ കൂപം എന്ന് പറയുന്നാൽ ഇതിൻ്റെ പേരാ അഗ്നിപർവ്വതം. മിണ്ടുന്നില്ല. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? അഗ്നിപർവ്വതം. കരമുയർത്തിയായിട്ട് വൽക്കാനോ അഗ്നിപർവ്വതം പോയിട്ട്. സ്വോത്രം. അഗ്നിപർവ്വതം പുകയുന്നു, അഗ്നിപർവ്വതം പൊട്ടുന്നു. സഭ എടുക്കപ്പെട്ടാൽ അഗാധ കൂപം. ഈ പുറത്ത് നിൽക്കുന്ന അഗ്നിപർവ്വതം പുകയുന്ന മാത്രമല്ല, അഗ്നിപർവ്വതം താഴോട്ടുണ്ട്. കടലിനടിയിലും അഗ്നിപർവ്വതമുണ്ട്. അതാ ഇന്തോനേഷ്യയിൽ കടലിനടിയിൽ അഗ്നിപർവ്വതം പൊട്ടിയതാ. സുനാമി. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഇന്തോനേഷ്യ കടലിൻ്റെ അടിയിൽ 2 അഗ്നിപർവ്വതം പൊട്ടിയതാ. ജാവാദ്വീപിൽ ഇവിടുത്തെ സുനാമി. ഇപ്പം അഗ്നിപർവ്വതം പുകയുന്നു. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അടുത്ത വാക്ക് പറഞ്ഞാട്ടെ.
ഉടനെ പെരും ചൂളയിലെ പുക പോലെ അഗ്നിപർവ്വതത്തിന്റെ അകത്തൊരു സാധനം ഉണ്ട്, അതിന്റെ പേര് ലാവ. കേട്ടൊരു വല്ലവരും ഉണ്ടോ? ലാവ. ലാവ കൈ ഉയർത്തിയാട്ട് സ്വോത്ര. അതാ ഈ പെരിഞ്ചൂള സ്വോത്ര. ആ ലാവയ്ക്കകത്ത് നിന്ന് വായിച്ചാട്ട് കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. അടുത്തത് കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അഗ്നിപർവ്വതം പൊട്ടി പുകയിറങ്ങിയാൽ അന്ധകാരം ഭൂമിയെയും, മിണ്ടുന്നില്ലല്ലോ, കൂരിരുട്ട്. ബാക്കിയെങ്കിലും പറ. ഈ പുക റഷ്യയിലൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഐസ്ലാൻഡ്. കേൾക്കണം പിള്ളേരെ, നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നത്. പഴയത് ഞാൻ പ്രസംഗിക്കാത്തതുണ്ട്. ഐസ്ലാൻഡിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി 40 ദിവസം പ്ലെയിൻ പോയില്ല. ആകാശത്ത് പുക സ്വോത്രം. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ പൊട്ടിയത് ഫിലിപ്പൈൻസിൽ. അഗ്നിപർവ്വതത്തിൻ്റെ പേര് താൽ. മനോരമയ്ക്കകത്തുണ്ടായിരുന്നു സ്വോത്രം. ഞാൻ കള്ളിക്കാട് പ്രസംഗിച്ചപ്പോൾ അന്ന് വിഷയം ഞാൻ മാറ്റി. സയൻസ് മൊത്തം അതിനകത്താണ് പ്രസംഗിച്ചത്. ആകാശഗംഗ ഗാലക്സിയെ പറ്റി, പിന്നെ മിൽക്കി വേയും സോംപൂറായും. അതൊക്കെ ഇവിടെ പ്രസംഗിക്കാൻ കേൾക്കത്തില്ല സ്വോത്രം. അങ്ങനെയെങ്കിൽ ആ അഗ്നിപർവ്വതത്തിൻ്റെ പുകയാൽ ആകാശം ഇരുണ്ടു, അന്ധകാരം ഭൂമി, കൂരിട്ട് ജാതികൾ. ഇന്ന് 82 അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വോത്രം. എപ്പോൾ പൊട്ടുമെന്നറിയത്തില്ല. ഈ അഗ്നിപർവ്വതത്തിൻ്റെ അകത്ത് ലാവയുണ്ട്. ലാവയ്ക്കകത്ത് അടുത്ത വാക്യം വായിച്ചാട്ടെ. പുകയിൽ നിന്ന് വെട്ടുകിളി. ആ വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെടും. ദാ കിടക്കുന്ന വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെടും. ഇത് വായിച്ചിട്ട് ആളെ ഞാൻ പറയത്തില്ല, ഞങ്ങളുടെ ഒരു അച്ചായൻ പ്രസംഗിച്ചതാ. ഇത് സദാം ഹുസൈൻ്റെ ഇറാഖിലെ ഹെലികോപ്റ്റർ ആ വെട്ടുക്കിളി എന്ന് സ്വോത്രം. ഇത്രയേ ഞാൻ പറയൂ സ്വോത്രം. ഇത് ലാവയ്ക്കകത്ത് കിടപ്പുണ്ട് കിളി. ഇത് ക്ലിയറാക്കി തരാം സ്വോത്രം. ഈ ഗൾഫ് രാജ്യത്ത് പോയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിയായിട്ട് ആരെങ്കിലും, വിസ വേണ്ട സ്വോത്രം, ഞാൻ 2 തരാം, എനിക്ക് വിസ വേണ്ട സ്വോത്രം, കൈ ഉയർത്തിയായിട്ട് സ്വോത്രം. സാമുവലിനറിയാം എത്ര പേര് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ. ഞാനിപ്പോഴും റബ്ബറും തോട്ടത്തിൽ പ്രസംഗിക്കില്ല, ഇല്ല സാമുവലെ സ്വോത്രം. പനച്ചുമൂട്ടി റബ്ബറും തോട്ടത്തിൽ പ്രസംഗിച്ചാൽ എന്തൊരു നല്ലതാ. കിളിമ നെടുമങ്ങാട് വിതുര അവിടെയും പോയി. ഉള്ള റബ്ബറും ചീനിവള എല്ലാം കേട്ട് ഇപ്പോൾ തെങ്ങും കേട്ട്. ഇനി കർത്താവ് വന്നിട്ട് കുഴപ്പമുണ്ടോ സ്വോത്രം? പിന്നെ അറിയാം എത്ര കുഞ്ഞായിരിപ്പം എൻ്റെ കൂടുള്ളതാണെന്നറിയാമോ സ്വോത്രം. താണ്ടിപ്പോൾ ഗിറ്റാർ വായിക്കുന്നു സ്വോത്രം. അവ 8 പ്രാവശ്യം പോയിട്ട് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കട്ടൻ ചായ പോലും മേടിച്ചു തന്നില്ല സ്വോത്രം. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇന്ന് കയ്യോടെ കിട്ടിയത് സാധ്യമാ, കാശ് കയ്യോടെ മേടിക്കാം സ്വോത്രം. ദൈവമായിട്ട് കൊണ്ടുവന്നത് ഓരോരുത്തർ തക്ക സമയത്ത് കൊണ്ടുവരും സ്വോത്രം. അവ എവിടം വരെ പോയിട്ടുണ്ടെന്നെല്ലാം എൻ്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്, നിൽക്കട്ടെ സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഗൾഫ് രാജ്യത്ത് പാമ്പുണ്ട്. സാധാരണ മാളത്തിലല്ല, മണലിൻ്റെ ചൂട് 50 ഡിഗ്രിയാണ്. അതിനകത്ത് നൂൽവണ്ണമുള്ള പാമ്പ് കിടപ്പുണ്ട് സ്വോത്രം. അപ്പം നിങ്ങൾക്ക് സംശയം, കൂപത്തിനകത്ത് വെട്ടുക്കിളിയുണ്ടോ? ഈ തെങ്ങ് ഇവിടെ നല്ല സ്ഥലം, പാസ് സയൻസോട് പറഞ്ഞുതരാം. തെങ്ങ് മുറിച്ചിടും സ്വോത്രം. കുറേ ദിവസം കഴിയുമ്പോൾ ഈ തെങ്ങിൻ്റെ പൊത്തിനകത്ത് നിന്ന് നമ്മുടെ ചേട്ടൻ, പാക്കരൻ ചേട്ടൻ, കോടാലി വെച്ച് വെട്ടുമ്പോൾ കിളി പറന്നു പോകുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? പൊത്തിന്ന് സ്വോത്രം. ആരാ ഇതിന് ആഹാരം കൊടുക്കുന്നത്? ആരും കൊടുക്കണ്ട. പൊത്തിനകത്ത്, ഈർപ്പത്തിനകത്ത് കിളി ഇരിക്കുന്നത് പോലെ ആ വെട്ടുക്കിളി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഭൂമിയിലേക്ക് ഇറങ്ങും സ്വോത്രം. എവിടെ വെട്ടുക്കിളി പറയാം. 1986 ഹാമറൂൺ. ഇതെല്ലാം കേട്ടോണ്ടേ നോട്ട് ചെയ്യണം. അതുകൊണ്ട് അജിബ്രദറിൻ്റെ വീഡിയോ നിങ്ങൾ കാണും, ബാക്കി കൂടെ തരും. 1986 ഹാമറൂൺ ആഫ്രിക്കയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി. 40 മൈൽ കിളി പറന്നു വന്നു സ്വോത്രം. അതൊരു പ്രത്യേകതരം കിളി, സ്ത്രീയുടെ മുഖം പോലെ കിളി. ലോകം ഞെട്ടി. രണ്ടാമത്തെ വെട്ടുക്കിളി 2013 ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കണ്ണൂരിൽ അഞ്ചരക്കണ്ടി രാവിലെ ഒരു സംഭവം. 40 പാമ്പുകൾ, ചൂടുള്ള സമയമായിരുന്നു, 40 പാമ്പുകൾ ഏകദേശം 30 മീറ്റർ അന്തരീക്ഷത്തിൽ പറന്നു. പാല് കൊണ്ടുവന്ന പുള്ളി ബൈക്കും പാലും കളഞ്ഞിട്ട് ഒറ്റ ഓട്ടം അഞ്ചരക്കണ്ടി സ്വോത്രം. അത് കഴിഞ്ഞിട്ട് പേപ്പർ ഇടാൻ പോയവൻ പേപ്പർ കളഞ്ഞിട്ട് ജീവനും കൊണ്ട് ഓടി. ആൾക്കാരെന്ന് ഫോൺ ചെയ്തു ഗവർണർക്കും ഗവൺമെൻറ്റിനും, ഇവിടെ പാമ്പ് പറക്കുന്നു സ്വോത്രം. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഈ ഗാന്ധിജി യൂണിവേഴ്സിറ്റി പാമ്പിനെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പോയപ്പം വീണ്ടും ഉച്ചയ്ക്ക് ശ്രദ്ധിച്ചപ്പോൾ അതിൽ ചില പാമ്പുകൾ പറന്നപ്പോൾ ഒരു സയൻറ്റിസ്റ്റ്, ഒരു ചെറുപ്പക്കാരൻ ഒറ്റ അടി കൊടുത്ത് പാമ്പിനെ വലിച്ച് താഴെയിട്ടു. കണ്ട കാഴ്ച നിങ്ങളോട് പറയുക. പാമ്പിന് പടമുണ്ട്. പടം കേട്ടിട്ടുണ്ടോ സ്വോത്രം? മിണ്ടുന്നില്ലല്ലോ സ്വോത്രം. ചില പുരയിടത്തിനകത്ത് ഈ ചേരയും പാമ്പ് പടം പൊഴിച്ച് പോകുന്ന കണ്ടിട്ടുണ്ടോ സ്വോത്രം? എന്ത് പടം കഴിച്ചെന്ന കാര്യം, അതിൻ്റെ പുതിയ തൊലി വരുമ്പോൾ, ചൂട് കൂടുതലാകുമ്പോൾ ഈ പാമ്പ് പടം പൊഴിക്കും. അന്ന് നടന്ന കണ്ണൂരിലെ പ്രക്രിയ, ഈ പടം പൊഴിഞ്ഞില്ല, പടം രണ്ടായിട്ട് മാറി ചിറകിനകത്ത് കുഞ്ഞ് പാമ്പിന് പറക്കാനുള്ള ടെൻഡൻസി കിട്ടി. ആ പാമ്പ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ പറന്നു. ഏഷ്യാനെറ്റിൻ്റെ ഡയറിക്കകത്ത് കിടപ്പുണ്ട്. അങ്ങനെ അഞ്ചരക്കണ്ടിയിൽ 86 കിളി ഇറങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, അഗ്നിപർവ്വതം പൊട്ടിയാൽ പുകയിൽ നിന്ന് വെട്ടുങ്ങും സ്വോത്രം. ഈ വെട്ടുക്കിളി ഇറങ്ങിയാൽ
കുത്തേറ്റാൽ ഏത് വാക്സിൻ കൊടുക്കും? പറ. സ്വതന്ത്രം. ഇവിടെ ലോകം തീരത്തില്ല, കർത്താവിൻ്റെ പരിപാടി ലോകം തീരത്തില്ല. അപ്പം ആര് വാക്സിൻ കൊടുക്കുക? പിന്നെ ഈ വെട്ടുക്കിളിയുടെ പ്രത്യേകത വായിക്കാം, ഒന്ന് വായിച്ചാട്ടെ. അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിളൊന്ന് എടുത്താട്ടെ, ഇതെല്ലാം സമയം ഉണ്ടായിട്ടെന്ന് പറഞ്ഞത്. വായിച്ചാട്ടെ അടുത്ത വാക്യം കൂടെ. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ആ വെട്ടുക്കിളിക്ക് തേളിനുള്ള ശക്തി ലഭിച്ചു. ഹെലികോപ്റ്ററല്ല ഇത്, വെറും തേളിനുള്ള അത് ശക്തി. അടുത്തത് നെറ്റിയിൽ ദൈവത്തെ മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന്. വചനമനുസരിച്ച് സകല എണ്ണത്തിനും പുല്ലിനും മരത്തിനും ഒന്നും കേടില്ല. ഇനിയുള്ള വാക്യം 5, 6 ഞാൻ പറയുമ്പോൾ വായിക്കണം. ഈ വെട്ടുക്കിളി എവിടുന്ന് വരും? പൂവാറിൽ നിന്ന് ഇറങ്ങും. നേരെ എവിടെ? നമ്മുടെ പിന്നെ ഇതിലെ കൂടെ കയറി വരും. എവിടെ? ഉച്ചക്കട വഴി നേരെ എവിടെ വരും? നെയ്യാറ്റിൻകര നേരെ നമ്മുടെ ഇങ്ങോട്ട് ധനുവച്ചവർ ഇവിടുന്ന് വെള്ളറടക്കി പിടിക്കും. വഴിയെ പോന്ന് അച്ചായന്മാരെ അമ്മാമ്മമാരെ എല്ലാവരും കുത്ത്. സ്വോത്രം. സന്തോഷമില്ല ല്ലോ. രാവിലെ തന്നെ നമ്മുടെ ചേട്ടന്മാർ ചായം കുടിച്ചിട്ട് കടവാതൊക്കെ ഇരിക്കുമ്പോൾ പുതിയൊരു കിളി വരും. പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ കാണിക്കും. സ്വോത്രം. അപ്പോൾ അതിൻ്റെ വാലിൽ തേളിൻ്റെ കണക്ക് മുള്ള ഓരോ കുത്ത് നാമുള്ള കുത്തുന്നോലെ കുത്തും. അപ്പോൾ അധ്യായം 9, 5, 6 വെട്ടുക്കിളി കുത്തിയാൽ വാക്സിൻ ആര് തരും? വായിച്ചാട്ട് മക്കള്. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കുവാനത്രേ. ഇത് കടിച്ചാ ഈ കുത്ത് കേറ്റാവും, മരിക്കത്തില്ല. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവരുടെ വേദന കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. അടുത്ത 5-ാം വാക്യം, 9-ന്റെ 5-ാം വാക്യം തൊട്ട് വായിച്ചാട്ടെ മക്കളെ. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കുവാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അടുത്ത വാക്യം. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. അടുത്ത വാക്യം. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. കിടക്കുന്ന ഇപ്പൊ മരണം ഫ്രീ, അന്ന് മനുഷ്യൻ മരണം അന്വേഷിക്കുമെന്ന്. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. ഇനി നിങ്ങൾ കേൾക്കണം. നമ്മുടെ നാടൻ ഭാഷ, ഞങ്ങളുടെ കൊല്ലം ഭാഷയിൽ ഞങ്ങളുടെ നാട് അവറാച്ചായൻ മറിയാമാമോ. സ്വോത്രം. കല്യാണം കഴിച്ച ജോമോൾ ഇവരെല്ലാം വീട്ടിൽ ഇരിക്കുമ്പോൾ രാവിലെ ഈ വെട്ടുക്കിളി വരുക. സ്വോത്രം. അമ്മാമ്മ ഇങ്ങനെ ഗേറ്റ് തുറന്നിട്ടിരിക്കുക, ചർച്ച് ഗ്രൗണ്ട് പോലെ. അച്ചായനോട് പറയും നല്ല പച്ചവെട്ടിൽ വരുന്ന ലോട്ടറി അടിക്കാൻ പോകുന്നു. സ്വോത്രം. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അച്ചായൻ സോഫയും മലയാള മനോരമ വായിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ കുത്ത്. സ്വോത്രം. അച്ചായനൊരു നിലവിളി. കാപ്പി കൊണ്ടുവന്ന അമ്മാമയ്ക്ക് ഒരു കുത്ത്. രണ്ടാമത്തെ നിലവിളി. കല്യാണം കഴിഞ്ഞ ജോമോളും 21 AC ഇട്ട് ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ ഇയർഫോണിൽ കേട്ടോണ്ടിരിക്കുക. 2 എണ്ണത്തിന് ഓരോ കുത്ത്. സ്വോത്രം. അതിവേദന. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കുകയില്ല. എന്താ മരണം? വെട്ടുക്കിളി കുത്തിയാൽ ഇവർ നെയ്യാറ്റിൻകര റെയിൽവേ ട്രാക്കിൽ പോകും. റെയിൽവേ ട്രാക്കിൽ ചാടിയാൽ മരിക്കുന്നത് എന്താണെന്നറിയാമോ? സ്വോത്രം. മരിക്കുമ്പോൾ എവിടെ ഈ മരണം? സ്വോത്രം. ഈ കഴുത്തിൻ്റെ താഴെ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ മെഡിക്കൽ സയൻസ് ക്രോമസോം. അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മരിക്കുന്നത്. നെയ്യാറ്റിൻകര വേദന സഹിക്കാൻ വയ്യാതെ ആ താന്നിമുട്ടിലോട്ട് റെയിൽവേ ട്രാക്ക് ചാടും. ട്രെയിൻ വരും, ശരീരം മുറിയും. പെരുമ്പാമ്പ് മുട്ടുന്നത് വല്ലവരും കണ്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. പെരുമ്പാമ്പിനെ പിടിക്കാൻ പോകല്ലേ, കേസായി പോകും. സ്വോത്രം. കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ പെരുമ്പാമ്പ് മുട്ടുന്നതിൽ കൊടുക്കും. ഒന്നേരം വിചാരിക്കും കുഴപ്പമില്ല, രാലും മൂട്ടി ചെന്ന് നദി ചാടാന്ന്. സ്വോത്രം. അവൻ നദിയിലോട്ട് ചാടുമ്പോൾ വണ്ടിയുടെ ട്യൂബ് പൊങ്ങിക്കിടക്കുന്ന പോലെ കിടക്കും. സ്വോത്രം. ക്രോമസോം താഴത്തില്ല. അന്നേരം വിചാരിക്കും പനച്ചിമൂട്ടിലോട്ട് പോകുന്ന വഴി റബ്ബറും കമ്പേ കയറാമെന്ന്. സ്വോത്രം. റബ്ബറിനകത്ത് കയറുമ്പോൾ കഴുത്തെ കുരുക്കിടും. ക്രോമസോം മാറത്തില്ല. സ്വോത്രം. യൂത കടന്നതുപോലെ പുള്ളിക്കാരെ അവിടെ കിടക്കും. സ്വോത്രം. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. ഇത് കേട്ടിട്ട് കയറെടുക്കാൻ പോകല്ലേ ദൈവമക്കളെ. സ്വോത്രം. മരിച്ച ശരീരം മരിക്കത്തുള്ള സാമ്പിളാ, വേറെ കഥ പിന്നാ വരുന്നത്. സ്വോത്രം. അതുകൊണ്ട് ഈ കഴുത്തിലെ ക്രോമസോം, ഈ കെട്ടിത്തൂങ്ങി ചാകുന്നവർ പിന്നെ കുഞ്ഞുങ്ങളോട് പറയരുത്, കെട്ടിത്തൂങ്ങി ചാവുന്നവർ കണ്ടോ ആ വെപ്രാളത്തിനിടയ്ക്ക് കൈയും കാലും മുറിക്കുന്ന കണ്ടിട്ടുണ്ടോ? കൈവച്ച് മാന്തെന്ന് കേട്ടിട്ടുണ്ടോ? സ്വോത്രം. ഡെഡ് ബോഡി കാണരുത്. അതെങ്ങനെയാ മാന്തുന്നത്? ശരീരം പറഞ്ഞിട്ടല്ല, ഈ ക്രോമസോം, ഈ കഴുത്തിൽ ക്രോമസോം ഉണ്ട്, ജീവൻ്റെ കണം. അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പം നേരത്തെ വെപ്രാളം കൊണ്ട് ഈ മുഖവും കൈയും കീറി മുറിക്കുന്നു. സ്വോത്രം. മെഡിക്കൽ സയൻസ്. പക്ഷേ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ക്രോമസോം ഡിവൈഡ് ചെയ്യത്തില്ല. പൊങ്ങിക്കടക്ക് പനച്ചുമൂട്ടി കേച്ച കുതൂങ്ങിയാ കിടക്കും. പിന്നെ ഫയർഫോഴ്സ് വഴി അച്ചായനെ താഴെ ഇറക്കും. സ്വോത്രം. അല്ലെ നെയ്യാറ്റിൻകര പോയി ട്രെയിൻ പാളത്തിൽ ചാടിയാൽ എന്തോ ചെയ്യുമെന്നറിയാമോ? സ്വോത്രം. അവർ മുറിഞ്ഞിട്ട് ശരീരം ഒത്തുചേരും. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. മരണം കിട്ടില്ല. വായിച്ചാട്ട് മക്കളെ. അടുത്ത കാലം മരിക്കുവാൻ കൊതിക്കും. ഇന്ന് ജീവിക്കാൻ കൊതിക്കുക, അന്ന് മരിക്കാൻ കൊതിക്കുമെന്ന്. സ്വോത്രം. ഉണ്ടെന്നില്ലല്ലോ. ജീവിക്കാൻ കൊതിക്കുമല്ലയോ? നാളൊരു മോൻ എന്നോട് പറയാം, അച്ചായ ചെലവാക്കിയെന്ന്. ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ചു എന്തിനാ
പപ്പായ്ക്ക് ഇച്ചിരി അസുഖം കൂടുതലായിരുന്നു. ഞാൻ ആസ്ട്രേലിയയിലായിരുന്നു പ്രസംഗിക്കുന്നവന്, ചേട്ടൻ ദുബൈയിലായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ 35 ലക്ഷം രൂപ മേടിച്ചെന്ന്. ഞാൻ ചോദിച്ചു എത്ര ഗ്യാരണ്ടി കിട്ടി? 4 വർഷം. സ്വത്രം ജീവിക്കാൻ 35. അപ്പം ഞാൻ ചോദിച്ചു ഒരു പൈസയും കൊടുക്കാതെ ഡോക്ടർ എത്ര പറഞ്ഞ്? വെറും 4 വർഷം. ഞങ്ങൾ നിരന്തരം ജീവിക്കാൻ ഒരു പൈസയും കൊടുക്കാതെ ഒരു ഗ്യാരണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു എന്തു ആ ഗ്യാരണ്ടി? ഞങ്ങൾ പറഞ്ഞു കാൽവറിയിൽ കൂടിയുള്ള രക്ഷ. സ്വത്രം. സന്തോഷമില്ലല്ലോ? സ്വത്രം. 35 ലക്ഷത്തിന് 4 വർഷമേ ഉള്ളൂ. അപ്പോൾ ഈ നിത്യരക്ഷയ്ക്ക് അന്ത്യം വരെ ഉണ്ടെന്ന്. സ്വത്രം. ഇവിടെ തീർന്നാലും അവിടെ ഉണ്ടെന്ന്. സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിക്കാൻ എത്ര കാശ് ചിലവാക്കുന്നു? കോവിഡിൽ ഒരു ദിവസം IC 70,000 കൊടുത്തോരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. കോവിഡ് വന്നപ്പോൾ തെറ്റല്ല, നല്ല കാര്യമാണ്. സ്വത്രം. അക്കാലത്ത് മനുഷ്യൻ, വായിച്ചാട്ട് മോളെ അടുത്ത വാക്യം കൂടെ. അക്കാലത്ത് മനുഷ്യൻ മരണം കൊതിക്കും. മരണം കൊതിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. സന്തോഷമില്ലല്ലോ. മരണം അവരെ വിട്ട് ഓടിപ്പോകും. മരണമില്ലാത്ത കാലം. ഇന്ന് രാത്രി ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരു വാക്സിൻ ആര് കൊടുക്കും? കോവാക്സിൻ പറ്റുമോ? കോവിഷീൽഡ് പറ്റുമോ? അത് കഴിഞ്ഞിട്ട് സ്പുട്നിക് പറ്റുമോ? ഓക്സ്ഫോർഡ് പറ്റുമോ? അത് കഴിഞ്ഞ് വേറെ നാഫീം പറ്റുമോ? എക്സോസിഡി പറ്റുമോ? പറ്റുമോ? നിങ്ങളുടെ മൊബൈലിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ തലവൻ ബിൽ ഗേറ്റ്സ്. ആ ബിൽ ഗേറ്റ്സ് ഇന്ന് പറഞ്ഞിരിക്കുന്നു ഏത് രോഗം വന്നാലും ഞങ്ങളൊരു വാക്സിൻ കൊടുക്കാം, ഒറ്റ ഡോസ്. അതിൻ്റെ പേര് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി. ഇപ്പോൾ അവൻ്റെ വാക്സിനിലില്ല, അവൻ കമ്പനിയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. വാക്സിൻ കൊടുക്കാം. പക്ഷേ ഈ വാക്സിൻ എടുക്കണമെങ്കിൽ എന്താ കാര്യം? ആധാറൊന്നും വേണ്ട. വാക്സിൻ എടുക്കണമെങ്കിൽ കൈകളിൽ ചിപ്പ് വെക്കണം. സ്വത്രം. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ തൊട്ട വെളിപ്പാട് 13, 16, 17, 18 വായിക്കാം. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 അതിന്റെ കണ്ടീഷൻ വായിക്കാം. അന്നാളിൽ അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ നിക്കട്ടെ. അവിടെ ഇടവേളയ്ക്ക് പോകുക. സ്വത്രം. അത് കണ്ടീഷൻ ചെയ്തതാ കോവിഡ്. സന്തോഷമില്ലല്ലോ? ഇന്ന് വരെ വലം കൈ ചൂടടിച്ച വല്ലവരും ഉണ്ടായിരുന്നോ? മിണ്ടുന്നില്ലല്ലോ. മാമേ ഇപ്പം കോവിഡ് വന്നപ്പോൾ എവിടെ ചൂടടിച്ചത്? വലം കൈയിൽ. പിന്നെ ചിലയിടത്ത് ചെന്നപ്പോൾ നെറ്റിയിൽ അടിച്ചില്ലയോ? ആ കണ്ടീഷൻ ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് പോകുവാൻ മനുഷ്യനെ കണ്ടീഷൻ ചെയ്തതാ. നമ്മുടെ കൈമേലും നെറ്റിമേലും ഇൻഫ്രാറെഡ് മീറ്റർ വെച്ച് ചൂടടിച്ചെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കോവിഡിൻ്റെ മറവിൽ വരാൻ പോകുന്നു ഒറ്റ വാക്സിൻ. എല്ലാ ദിവസവും RT-PC എടുക്കണ്ട. പറഞ്ഞുതരാൻ പുറകെ അതാ വരുന്നത്. ഒന്നും എടുക്കാതെ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ഇന്നത്തെ കളിക്കാവിളക്കപ്പുറം പോണ്ട വാക്സിനേറ്റഡ് മാറിയിട്ട് കൈമേലും നെറ്റിമേലും വരാൻ പോകുന്നു ഒരു മുദ്ര. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാദിവസം. ഈ സത്യവചനവും ഈ ബൈബിളും കേട്ടിട്ട് ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോകരുത്. അവൻ്റെ മുദ്ര നമ്മുടെ കയ്യിൽ വരുമോ? ഇല്ല. നമ്മുടെ അകത്ത് ഒരു രക്തമുണ്ട്. ഏതാ? കഴിഞ്ഞ ഫെബ്രുവരി മാസം 27-ാം തീയതി. സ്വത്രം. ഇവിടുത്തെ സഹോദരിമാർക്കറിയാം. കുഞ്ഞുങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി പൾസ് പോളിയോ. കൈ ഉയർത്തിയാട്ടെ. അങ്ങനെ പോളിയോ കൊടുത്തവർ. സ്വത്രം. അമ്മമാർ കുഞ്ഞുങ്ങളെ കൈ ഉയർത്ത് വിഷമിക്കണ്ട. 5 വയസ്സുള്ള കുഞ്ഞിന് ഇന്ത്യ ഗവൺമെൻറ്, മോഡി സാറും ഒരു പിണറായി വിജയനും ഒക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ കാൽ മുടന്തി ഒരു കുഞ്ഞ് കിടക്കാൻ അവരനുവദിക്കത്തില്ല. അതിനുവേണ്ടി എവിടൊക്കെയാ പോളിയോ? ബസ് സ്റ്റാൻഡ് പോളിയോ, അത് കഴിഞ്ഞിട്ട് ധനുവച്ചോരം PHC പോളിയോ. ഇതിലെ കൂടെ വണ്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത്രാം തീയതി പോളിയോ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാ, ഫ്രീ. വായൊന്ന് തുറന്നാൽ തുള്ളി മരുന്ന്. എന്താ? ഒരു വീട്ടിൽ ഒരു കുഞ്ഞിന് ഒരു പോളിയോ വന്നാൽ സമൂഹത്തിന് നഷ്ടം, രാഷ്ട്രത്തിന് നഷ്ടം, വീട്ടുകാർക്ക് ദുഃഖം. അങ്ങനെയെങ്കിൽ കുഞ്ഞിന് വരാനിരിക്കുന്ന പോളിയോയ്ക്ക് പകരമായി കൊടുക്കുന്ന പ്രിവൻറ്റീവ് പോളിയോ വാക്സിൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മാനവകുലത്തിന് വേണ്ടി ഒരു പോളിയോ വന്നിട്ടുണ്ട്. ആ പോളിയോയുടെ പേരെന്താ? പാപം. സ്വത്രം. പാപത്തിന് മരുന്നേതാ?
ആന്റിബയോട്ടിക് കൊടുക്കാൻ പറ്റുമോ? കീമോതെറാപ്പി കൊടുക്കാൻ പറ്റുമോ? റേഡിയേഷൻ കൊടുക്കാൻ പറ്റുമോ? അല്ലെ നിംസിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത പാപത്തിന് മരുന്ന് കിട്ടുമോ? എന്നാൽ ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് ഞങ്ങൾ പറയുന്നു, പാപത്തിന് ഒരു മരുന്നിനെ ഞങ്ങൾ പരിചയപ്പെടുത്താം. ആ മരുന്നിന്റെ പേരാ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഇന്ന് രാത്രി ധനുവച്ചപുരമേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന പോളിയോയ്ക്ക് വേണ്ടി അഡ്വാൻസായി ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന പോളിയോ വാക്സിൻ. എന്നാൽ ഇന്ന് രാത്രി മനുഷ്യകുലത്തിന് വന്ന പാപമാ പോളിയോ. അങ്ങനെയെങ്കിൽ ആ പോളിയോ മാറ്റുവാൻ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. മൂന്നാമത്തെ ദിവസത്തിൻ്റെ പകുതിയിലേക്ക് പോകുമ്പോൾ ലോക സംഭവങ്ങൾ ധനുവച്ചപുരം നെടിയാങ്കോട് പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ സയൻസും തിയറിയും മെഡിക്കൽ സയൻസും വലിച്ച് നിരത്തി കാണിക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, വരുവാനുള്ളവൻ വരും, താമസമേറെയില്ല. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കും. അന്ന് പ്രിയന്റെ മുഖം, വലങ്കൈ നെറ്റിമേലും മൃഗത്തിൻ്റെ മുദ്ര. ആ മുദ്ര ഇവിടെ വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി.